ഹലോ അസ്സലാമു അലൈക്കും. ഇതൊരു സൂപ്പർ സാധനമാണ് കേട്ടോ ചിക്കൻ്റെ. ഇന്ന് ഞാൻ വെറും ടേസ്റ്റ് നോക്കാനും പിന്നെ അല്ലറ ചില്ലറ സഹായങ്ങൾ എടുത്തു കൊടുക്കാനും പിന്നെ ഷൂട്ട് ചെയ്യാനും എനിക്ക് വീഡിയോ എടുക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കാര്യം. കാരണം ഇത് ഇത്താത്തൻ്റെ സ്പെഷ്യലാണ്, അവളായിട്ട് കണ്ടുപിടിച്ചതാന്ന് പറഞ്ഞ് ഇനി ഞാനൊരു പ്രാവശ്യം ഇത് കണ്ടതിൻ്റെ ശേഷം ഉണ്ടാക്കും. ആദ്യം കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മളൊന്ന് കായം തേക്കാം സെറ്റാക്കിയിട്ട്. കാരണം അങ്ങനെയാണോ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള കായം, പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ട്, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് അങ്ങോട്ട് നല്ല സുറുക്ക അത് വേണം കേട്ടോ. വിനാഗിരി ഒഴിച്ച് സുറുക്ക, വിനാഗിരിയല്ല അതൊഴിച്ച് നന്നായിട്ട് മസാല പുരട്ടി ആ പാത്രത്തിൽ തന്നെ അതേ പാനിൽ തന്നെ നേരെ അങ്ങോട്ട് വേവിക്കാൻ വെക്കുക. അതവിടെ വേവുമ്പോഴേക്കും ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് കാശ്മീരി മുളകാണ് വേണ്ടിയത്. വെളിച്ചെണ്ണയാണ് അത്യാവശ്യമായിട്ടും, ഓയിലല്ലേ, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. കാശ്മീരി മുളകാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടാ. പക്ഷേ ഇവിടെ കാശ്മീരി ഇല്ലാത്തത് കൊണ്ട് വറ്റൽ മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാശ്മീരി ഞാൻ കായം തേക്കാൻ കൊടുത്തു. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൂടുതലെടുത്ത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെറിയുള്ളി എങ്ങനെ വന്നാലും ടേസ്റ്റാലോ. പിന്നെ മാറി നിൽക്കുക, പൊട്ടിത്തെറി കൂടുതലായിരിക്കും. എനിക്ക് സംഭവിച്ചു. അങ്ങനെ അതും ഇട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് അതും ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുത്ത് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക. അതൊന്ന് ചിക്കൻ വെന്ത് വെള്ളമൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ആ അരപ്പ് അങ്ങോട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നും നോക്കണ്ട അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കുറുക്ക വെച്ചിട്ട് വേണമെങ്കിൽ ഈ പൊരിച്ച വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ വറ്റൽമുളകൊക്കെ പൊരിച്ചില്ല, ആ വെളിച്ചെണ്ണ തന്നെ അതിൽ ഒഴിച്ചാൽ മതി, വേറൊന്നും ഒഴിക്കേണ്ട. പിന്നെ ഈ തക്കാളി വെറും ഓപ്ഷണലാണ്. മല്ലിയിലയും കൊടുത്തു നോക്കിയാൽ അടിപൊളി